എല്ലാ പ്രേക്ഷകർക്കും ഓട്ടോഗ്രാഫിലേക്ക് വീണ്ടും സ്വാഗതം. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ, അക്കരെ 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 എന്ന പ്രശസ്തമായ സിനിമയിൽ നായകനായ മോഹൻലാലും ശ്രീനിവാസനും അമേരിക്ക എന്ന മായാലോകം കാണുമ്പോൾ പാടുന്ന പാട്ടാണിത്. എന്നാൽ ഇന്ന് ഓട്ടോഗ്രാഫ് ടീം അംഗങ്ങൾ ഈ ഗാനം വീണ്ടും ആലപിച്ചു. വയനാട്ടിലെ മുട്ടിൽമലയിലുള്ള സിബിൽ ഹിൽ റിസോർട്ടിലെത്തിയപ്പോഴാണ് ഇങ്ങനെ പാടാൻ തോന്നിയത്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന സിബിൽ ഹിൽ റിസോർട്ടിൻ്റെ സാരഥിയായ ശ്രീമാൻ വി ജെ മാത്യു ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സിബിൽ ഹിൽ റിസോർട്ടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. സർ, നമസ്കാരം. നമസ്കാരം. ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലാണോ അതോ നമ്മൾ സ്വപ്നം കാണുകയാണോ, സിബിൽ ഹിൽ റിസോർട്ടിലെത്തുമ്പോൾ ആദ്യം തോന്നുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം താങ്കൾ കണ്ടെത്തിയത്? ഞാൻ ബേസിക്കലി ഒരു കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ വൈത്തിരി ഭാഗത്ത് ഞാൻ വെറ്റിനറി കോളേജിൻ്റെ വർക്കിന് വേണ്ടി വന്നപ്പോൾ കുറേ റിസോർട്ടുകൾ ഇവിടെ കാണുകയും ഇപ്പോൾ ഒരു റിസോർട്ട് തുടങ്ങണമെന്നൊരു ആശയം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വയനാട് മൊത്തത്തിൽ സെർച്ച് ചെയ്തു. അങ്ങനെ മുട്ടിൽമലയുടെ ഈ ടോപ്പിൽ ഒരു 3-4 മാസത്തെ എൻക്വയറി ശേഷമാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ദുർഘടമാണ്, റോഡില്ല, വല്ല വിഷമതകളുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ആദ്യ കാലഘട്ടത്തിലെല്ലാം ഹെഡ് ലോഡായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നെ 4 വീൽ ജീപ്പിൽ മെറ്റീരിയൽ അടിച്ച് ക്രമേണ റോഡുകൾ ഉണ്ടാക്കി ഇപ്പോൾ 2 വീൽ ജീപ്പൊക്കെ ഇന്ന് ജീപ്പെല്ലാം കാറുകളെല്ലാം വരുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇവിടെ എത്തുമ്പോൾ ചുറ്റുപാട് നിന്നും കാണുന്ന ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. കാരണം വയനാടിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രദേശങ്ങളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഇത്രയും റിസോർട്ടിന് അനുയോജ്യമാണ് എന്ന് താങ്കൾക്ക് തോന്നിയത്? എനിക്ക് തോന്നിയത് സാധാരണ ഈ ബിസിനസ് ആളുകൾക്കും മറ്റുള്ള ആളുകളെല്ലാം ബിസിനസ്സിൻ്റെ ക്ഷീണത്തിൽ നിന്നൊക്കെ അവർക്കൊരു റിലാക്സ് കിട്ടാൻ തക്കവണ്ണമുള്ളൊരു സ്ഥലമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അങ്ങനെ ശ്രമിച്ച് ഇവിടെ നിന്ന് നോക്കുമ്പോൾ 3 സ്റ്റേറ്റ്, കർണാടകയുടെ ബോർഡർ, തമിഴ്നാടും കേരളവും, ഈ കാരാപ്പുഴ ഡാം എന്നൊരു ഡാം ഇതിൻ്റെ നേരെ മുമ്പിൽ കാണുന്ന ഡാമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു പ്ലേസ് ആയിരിക്കും എന്നൊരു സങ്കല്പത്തിൽ തുടങ്ങിയതാണ്. ഇത്രയും ഹില്ലിയായ ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു റിസോർട്ട് പണിത് തീർക്കാൻ സാധിക്കുമെന്ന് താങ്കൾ ഈ ഒരു സംരംഭത്തിന് മുതിരുമ്പോൾ താങ്കൾക്ക് തോന്നിയിരുന്നു? തീർച്ചയായും. എന്തായിരുന്നു താങ്കളെ അതിന് പ്രേരിപ്പിച്ചത്? ബേസിക്കലി ഞാനൊരു കോൺട്രാക്ടറാണ്. പിന്നെ റിസ്ക് എൻ്റെ ഒരു ബൈ ബർത്തായിട്ട് ഞാൻ റിസ്ക്കിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു റിസ്ക്കായിട്ട് തോന്നുന്നില്ല. ഇവിടേക്ക് കടന്നു വരുന്ന ഒരു വിനോദസഞ്ചാരിക്ക് ഏറ്റവും ആദ്യം ആകർഷകമായി തോന്നുന്നത്, കാരണം വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇവിടോട്ടുള്ള യാത്ര, താഴെ നിന്നും ഈ മലമുകളിലേക്കുള്ള യാത്ര. കാരണം ഇത്രയും സ്റ്റീപ്പായ ഒരു കയറ്റമൊക്കെ കയറി വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇവിടേക്കുള്ളത്. അതൊരു തരത്തിൽ വിനോദസഞ്ചാരത്തിന് പ്രതികൂലമായി ബാധിക്കുമെന്ന് താങ്കൾ കരുതിയിരുന്നു? ഇല്ല, തീർച്ചയായും ഇല്ല. ഇത് ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് തന്നെയായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് താങ്കൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? താഴെ ഞങ്ങൾ ഇവിടെ ഗസ്റ്റിനെ ഇങ്ങോട്ട് അലോ ചെയ്യാറില്ല അവരുടെ വെഹിക്കിളിൽ. കാരണം വെഹിക്കിൾ വരാത്തത് കൊണ്ടല്ല, ഞാൻ ഉപയോഗിക്കുന്നത് ഓൾട്ടോ കാറാണ്. ഞാൻ റിസോർട്ടിൽ വരുമ്പോൾ ദിവസവും 2 വട്ടം 3 വട്ടം വന്ന് പോകുന്നത് ഓൾട്ടോ കാറിലാണ്. പക്ഷേ ഗസ്റ്റിൻ്റെ താഴെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം 4 വീൽ ജീപ്പിലാണ് ഞങ്ങളിവിടെ കൊണ്ടുവരിക. അവിടുന്ന് എത്ര കിലോമീറ്റർ? അവിടുന്ന് 2.5 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. കുന്ന് കയറി ഇവിടെ എത്തിക്കഴിയുമ്പോഴും ഗസ്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഗസ്റ്റിൻ്റെ ആ മനസ്സിലുണ്ടാകുന്ന ആ ഫസ്റ്റ് വ്യൂ, അതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ എന്തൊക്കെയാണ് ഇവിടെ അവർക്ക് ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ്? ഇത് ഞങ്ങൾക്ക് 3 ടൈപ്പ് കോട്ടേജസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡീലക്സ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫാമിലിക്കെല്ലാം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അതിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട്, ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, അതിലൊരു ബാത്ത് ടബ്, അങ്ങനെയുള്ള സൗകര്യങ്ങളോടി ഫാമിലി കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ബാംബു കോട്ടേജാണ്, ഹണിമൂൺ കോട്ടേജ്. ഹണിമൂൺ കോട്ടേജ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിൽ വന്നാൽ ഹണിമൂൺ കപ്പിൾസിന് വേണ്ടിയുള്ള പ്രത്യേകതരമായ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ വന്ന് മോസ്റ്റ്ലി എല്ലാ ഗസ്റ്റുകളും വളരെ ഹാപ്പിയാണ്. ഞങ്ങളുടെ കസ്റ്റമർ റിവ്യൂവിൽ അത് നമുക്ക് കാണാൻ പറ്റും. താങ്കളുടെ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ട്രീ ഹൗസ്.
ആ ട്രീ ഹൗസിനെ പറ്റി കൂടുതലായി ഒന്ന് പറയാം. ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ട്രീ ഹൗസ് എൻ്റെ സങ്കല്പത്തിൽ ഒത്തിരി ഭാഗങ്ങളിലൊക്കെ ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ട്രീ ഹൗസ് ഉണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ നോക്കും വലിയൊരു മരം എനിക്ക് കിട്ടിയില്ല. എങ്കിൽ തന്നെ കിട്ടിയ അത്യാവശ്യം ഉയരമുള്ളൊരു മരത്തിൽ ഒരു 32 ഉയരമുള്ള ഒരു മരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ വുഡനാണ്. ഫ്ലോറും വാളും എല്ലാം വുഡൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 32 അടി ഉയരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാൽ നമുക്ക് ബന്ദിപ്പൂർ, കർണാടക ബന്ദിപ്പൂർ കാണാം, ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാം. വയനാടിൻ്റെ ഏകദേശം 50% ഭാഗങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. 32 അടി ഉയരത്തിൽ ഒരു കോട്ടേജ് തന്നെയാണ് താങ്കൾ നിർമ്മിച്ചിരിക്കുന്നത്. അതെ. എത്രത്തോളം പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് താങ്കൾ അത്തരമൊരു സംരംഭം യാഥാർത്ഥ്യമാക്കിയത്? പ്രതിസന്ധികൾ മെറ്റീരിയൽ എത്തില്ല, തൊഴിലാളികളെ കിട്ടില്ല, താഴെയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഇവിടെ പവർ ഉണ്ടായിരുന്നു, തുടക്കകാലങ്ങളിൽ പവറില്ല. ജനറേറ്ററിലൂടെയാണ് കാര്യങ്ങളെല്ലാം. ഒരു 3 വർഷത്തോളമായിട്ട് ജനറേറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് കറണ്ട് കിട്ടിയത്. പിന്നെ തൊഴിലാളികളെ എല്ലാം ഇവിടെ കൊണ്ടുവരാനും വെൽഡേഴ്സിനും ഫാബ്രിക്കേഷൻ അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. സൈറ്റ് സീയിങ് പാക്കേജുകൾ ഉണ്ടോ? ഉണ്ട്. സൈറ്റ് സീയിങ് പാക്കേജ് ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ നിന്ന്, കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഗസ്റ്റിനെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി 4 ദിവസം അവരുടെ ടാർഗറ്റ് അനുസരിച്ച് ചെയ്ത് ഇവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും കാണിച്ച് തിരിച്ചവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന പാക്കേജ് ഉണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. സിബിൽ ഹിൽ റിസോർട്ടിൽ എത്തിയാൽ ഇതിനപ്പുറം മറ്റൊരു കാഴ്ച പ്രകൃതി ഒരുക്കി വെച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും. അപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഇത് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അവർ പറയാറുണ്ട്, ഞങ്ങൾ സൈറ്റ് സീയിങ് പോകുന്നില്ല, ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പോലും ഞങ്ങൾ എവിടേക്കും പോകണില്ല, ഇവിടെ ഇരിക്കുന്നതിനോടാണ് താല്പര്യം എന്നാണ് ലൈഫിൽ തന്നെ ഇതൊരു വണ്ടറാണ് എന്നാണ് പറയാറ്. അതെ, വണ്ടർഫുൾ പ്ലേസ് ആണ്. ഇവിടെ കാലാവസ്ഥ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. ഒരു സമയത്ത് കോടമഞ്ഞ് വരും, പെട്ടെന്ന് തെളിയും, പിന്നീട് മഴ വരും, പെട്ടെന്ന് തന്നെ അത് മാറുന്നു. ആ ഒരു കാര്യത്തെ ആ ഒരു പ്രത്യേകതയെ എങ്ങനെയാണ് വിനോദസഞ്ചാരികൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളത്? അവർ അവർ എന്താ പറയുക, വളരെ നല്ലൊരു അവരെ സംബന്ധിച്ചോളം ഒരു ലൈഫിൽ തന്നെ ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവർ കാണുന്നത്. അത്രയും നല്ല വ്യൂവിലാണ്. 10 മിനിറ്റിനുള്ളിൽ കാലാവസ്ഥ മാറും. 3 തരത്തിലുള്ള കോട്ടേജുകൾ അല്ലെങ്കിൽ റൂമുകളാണ് താങ്കൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ ഫെസിലിറ്റികളാണ് ഒരുക്കിയിരിക്കുന്നത്? 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു കോൺഫറൻസ് ഹാൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് തികച്ചും എക്കോ ഫ്രണ്ട്ലി ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലാതെ ബാംബു അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. തികച്ചും എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ ആയുർവേദിക് സ്പാ ഉണ്ട്. ഡോക്ടർ സേവനം ഇവിടെ ലഭ്യമാണ്. ആയുർവേദിക് ഡോക്ടർ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ 2 വെജിറ്റേറിയനും നോൺ വെജും 2 സെപ്പറേറ്റ് കിച്ചൺ ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ലൈബ്രറി ഹാൾ, ആക്ടിവിറ്റീസ് സെൻറ്റർ, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഇതെല്ലാം ഞങ്ങൾ ഗസ്റ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷട്ടിൽ കോർട്ട്, ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെയുള്ള വിനോദങ്ങളും. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു കേവ് ഉണ്ട്, നാച്ചുറൽ കേവ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ റോക്ക് ക്ലൈമ്പിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പം ഒരു 30 അടി ഉയരമുള്ള റോക്കിലേക്ക് ഞങ്ങൾ സ്റ്റെപ്പ് പാറയിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് അതിലൊരു റോപ്പ് വെച്ചിട്ട് ആളുകളെ ഗൈഡ് സഹായത്തോട് കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുക. അതെല്ലാം ഗസ്റ്റ് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചറായിട്ടുള്ള ഒരു ഇത്. പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ അഡ്വഞ്ചറായ റാഫ്റ്റിംഗ്, റോക്ക് ക്ലൈമ്പിങ് അതെല്ലാം ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. എത്ര ദിവസത്തെ ഒരു പാക്കേജാണ് ഇവിടെ താങ്കൾ റെക്കമെൻഡ് ചെയ്യുന്നത്? ഇത് 4 days 4 night 5 days പാക്കേജാണ് ഏറ്റവും നല്ലത്. വയനാട് മൊത്തം കണ്ട് റിലാക്സ് ചെയ്ത് പോകാൻ ഏറ്റവും നല്ലത്. വയനാട് വളർന്നു വരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ടൂറിസം രംഗത്ത് മുതൽ മുടക്കിയിരിക്കുന്നു. തീർച്ചയായും ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് വിങ്ങിൻ്റെ ആവശ്യമാണ്. എന്തൊക്കെയാണ് താങ്കളുടെ മാർക്കറ്റിംഗ് രീതികൾ? എൻ്റെ മാർക്കറ്റിംഗ് രീതികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു മാർക്കറ്റിംഗ് ടീമിനെ ഒന്നും നിയമിച്ചിട്ടില്ല. ഇതൊരു ചെറിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇവിടെ വരുന്ന ഗസ്റ്റുകൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റേഴ്സ്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് സൈബിൾ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. വരുന്ന കസ്റ്റമേഴ്സ് മറ്റ് അവരുടെ സുഹൃത്തുക്കളെയൊക്കെ അതങ്ങനെയാണ് ഞങ്ങൾക്ക് ഏകദേശം നല്ല ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെറ്റിലൂടെ നെറ്റ് ഓപ്ഷനിലൂടെ ഞങ്ങൾക്ക് നല്ല എൻക്വയറി വരുന്നുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ പേരെന്താണ്? സിബിൽ www.sibilhillresort.com
സിബിൽ എന്ന് പറഞ്ഞാൽ ഗോഡസ് ഓഫ് നേച്ചർ. അതാണ് എല്ലാവരും ചോദിക്കാറുണ്ട് സിബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ പ്രകൃതിയുടെ ദേവത തന്നെയാണ് സിബിൽ. തീർച്ചയായും ഇവിടെ എത്തുന്ന ഒരു വിനോദസഞ്ചാരിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. കാരണം പ്രകൃതിയോട് അത്രയും ഇണങ്ങിയാണ് താങ്കൾ ഈ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും പ്രകൃതിക്ക് ആഘാതം വരുത്താതെ എങ്ങനെയാണ് ഇത് നിർമ്മിക്കാൻ സാധിച്ചത്? എൻ്റെ കൺസെപ്റ്റ് തന്നെ അതായിരുന്നു. ഒരു മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് പോലും വെട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ തികച്ച എക്കോ ഫ്രണ്ട്ലിയാണ്. വുഡും മറ്റ് മഡും എല്ലാം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് ഒന്നും നിർമ്മിതിയിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. എല്ലാം വുഡ് പിന്നെ പ്ലസ് ബാമ്പു, ഇതൊക്കെയാണ് മോസ്റ്റ്ലി ഓട്. ഓക്കെ. നഗരത്തിരക്കുകളിൽ നിന്നും വരുന്ന ഒരാൾക്ക് എത്രത്തോളം ഒരു റിലീഫ് കൊടുക്കാൻ താങ്കൾക്ക് ഇതുവരെയുള്ള പ്രവർത്തനം ഈ 3 വർഷത്തെ സേവനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്? ഓഫ് കോഴ്സ് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, എന്നെ കൊണ്ട് അത് ഒരു 100% ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്നു. എത്ര സ്റ്റാഫുകളുണ്ട് താങ്കൾക്കൂടെ? ഇവിടെ 10 സ്റ്റാഫുണ്ട്. മാനേജർ, സർവീസിൽ, ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, കുക്ക്, വെജ് കുക്ക്, നോൺ വെജ് 2 സെപ്പറേറ്റ് ഡിവിഷനാണ്. അവർക്ക് താങ്കൾ കൊടുക്കുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? അവർ തിരിച്ച് താങ്കൾക്ക് തരുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? എൻ്റെ ഏറ്റവും വലിയ ഗെയിൻ എൻ്റെ സ്റ്റാഫാണ്. ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഗസ്റ്റിനെല്ലാം ഞങ്ങൾ ഓരോ ഗസ്റ്റ് പോകുമ്പോഴും ഞങ്ങൾ ചോദിക്കും എവിടെയാണ്, ഏത് ഭാഗത്താണ് തകരാറുള്ളത്. അപ്പോൾ ഒന്നും എന്തെങ്കിലും ഒരു ബാഡ് കമൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് മോസ്റ്റ്ലി ഗസ്റ്റ് പറയാറ്. പറയാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ മനം നിറഞ്ഞു പോകും. അത്രയ്ക്ക് മനോഹരമായി ഇത്തരം കാഴ്ചകൾ ലോകത്ത് മറ്റൊരിടത്തും കിട്ടുകയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളൊരു സർവീസ് ഓറിയന്റഡ് സ്ഥാപനമാണ്. അതാണ് ഞങ്ങളെ വിജയത്തിൻ്റെ കൂട്ടായ പ്രവർത്തനവും. ട്രീ ഹൗസ് പോലെയുള്ള സ്പെഷ്യാലിറ്റികൾ ഉള്ള റിസോർട്ടിൽ താമസിക്കുക എന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ്. കാരണം അത്രത്തോളം കോസ്റ്റ്ലി ആയിരിക്കും. താങ്കളുടെ ട്രീ ഹൗസിൽ താമസിക്കുന്നതിനുള്ള നിരക്ക് എങ്ങനെയാണ്? അത് സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചുള്ള സാധാരണക്കാരനെയും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പാക്കേജാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്രീ ഹൗസിൽ ശരിക്കും വുഡനാണ്. വുഡൻ എല്ലാം പിന്നെ ചുമരുകളും ഫ്ലോറും തറയും എല്ലാം വുഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പിന്നെ ബാത്റൂം എല്ലാം ക്യൂബിക്കൽ ടൈപ്പ് ബാത്റൂംസാണ്. അത് സാധാരണക്കാരന് എന്ന റെൻറ്റ് വളരെ കുറവാണ്. 5000 റുപ്പീസാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ. ഒരു ട്രീ ഹൗസ് പോലെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഒരു ട്രീ ഹൗസ് പോലെ ഒരു അക്കോമഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 5000 എന്നുള്ളത് സാധാരണക്കാരന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. അത്രേ ചെയ്യുന്നുള്ളൂ. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ചെയ്യാനാണ്? ഡെവലപ്മെൻറ്റ് എൻ്റെ ഒരു ആഗ്രഹം ഒരു സ്വിമ്മിംഗ് പൂള് ആണ്. എല്ലാ ഗസ്റ്റും ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു സ്വിമ്മിംഗ് പൂൾ കൂടെ ഉണ്ടാക്കണം. അതാണ് പറയാറ്. പിന്നെ 3-4 ട്രീ ഹൗസ് കൂടെ ഉണ്ടാക്കണം എന്ന് പറയാറുണ്ട്. അതിനുവേണ്ടി അതൊക്കെയാണ് എൻ്റെ ഭാവിയിലെ പ്ലാനുകൾ. താങ്കളുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ് താങ്കൾക്ക് നൽകുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? ആരൊക്കെയാണ് താങ്കളുടെ ഫാമിലി മെമ്പേഴ്സ്? ഞാനും ഭാര്യയും 3 മക്കളുമാണ് ഞങ്ങളുടെ കുടുംബം. അതിൽ ഭാര്യയാണ് റിസർവേഷൻ കാര്യങ്ങളിലൊക്കെ എന്നെ സഹായിക്കുന്നത്. പേരെന്താണ്? എൻ്റെ ഭാര്യ എൽസി മാത്യു ആണ് ഭാര്യ. മക്കളൊക്കെ മക്കള് എനിക്ക് 2 പെൺമക്കളും 1 മോനുമാണുള്ളത്. മൂത്ത മകള് BAMS കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൂർ പശ്ചിമക്കടവ് ആയുർവേദ കോളേജിൽ പിന്നെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. തീർച്ചയായും ഇനി സിബിൽ ഹിൽ റിസോർട്ടിന്റെ ആയുർവേദ മേഖലയിലേക്ക് ഒരു മുതൽക്കൂട്ടാവും. തീർച്ചയായും. എന്താണ് പേരെന്താണ്? ആശാ മാത്യു. രണ്ടാമത്തെ ആള് അനു മാത്യു. അവള് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് വന്നു. മകൻ ഡീപോൾ സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്താണ് പേര്? എബിൻ മാത്യു. എനിക്ക് തോന്നുന്നു താങ്കൾ ഈ സ്ഥലം റിസോർട്ട് തുടങ്ങാനായി തിരഞ്ഞെടുത്തപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇതുപോലെയുള്ള ഒരു റോക്ക് ക്ലൈംബിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അത് നാച്ചുറലി തന്നെ ഇവിടെയാണ്. നമ്മൾ മുൻപ് കണ്ടതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ്, മറ്റുള്ള ആക്ടിവിറ്റീസ്? ഞാൻ ഈ പ്രോപ്പർട്ടി ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇതിലൊരു നാച്ചുറൽ കേവ് ഉണ്ട്. ആ കേവ് ഗസ്റ്റിന് വളരെ സന്തോഷം നൽകും. പിന്നെ ആ റോക്കിന് ഉയരത്തിൽ 30 അടിയോളം ഉയരമുള്ള റോക്കാണ്. അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം വയനാടിൻ്റെ 50% ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗസ്റ്റിന് ഒരു ട്രക്കിംഗ് ആയിട്ട് അങ്ങോട്ട് അവിടെ എത്തിപ്പെടുക പ്രയാസമാണ്. ഒരു ട്രക്കിങ്ങിൻ്റെ മുകളിലേക്ക് ആളുകളെ എത്തിക്കാനും അത് സഹായിക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർ തീർച്ചയായും അവിടുന്ന് പോരാൻ ആരും മടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.
ഈ ഹിൽ റിസോർട്ടിൽ നിൽക്കുമ്പോൾ 3 സംസ്ഥാനങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്: കേരളം, തമിഴ്നാട്, കർണാടക. ഈ ഒരു പ്രത്യേകത തന്നെയാണോ താങ്കളെ തിരഞ്ഞെടുക്കാൻ? തീർച്ചയായും. ഏതായാലും ഇത്രയും മനോഹരമായ സച്ച് എ വണ്ടർഫുൾ പ്ലേസ് ഒരുക്കിയ താങ്കൾക്ക് ഉള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ മലയാളികൾക്കും വേണ്ടി, എല്ലാ ടൂറിസ്റ്റുകൾക്കും വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും താങ്കൾ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. കാരണം കൂടുതൽ ആൾക്കാർക്ക് താങ്കളുടെ സേവനം ലഭ്യമാകാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. ഫോട്ടോഗ്രാഫിലെ നമ്മുടെ അതിഥി 4 നൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ നിന്നും ഖത്തറിലെത്തി ഇവിടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിയ ശ്രീമാൻ സാം ബഷീറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സർ, നമസ്കാരം. ഓക്കെ. ആയിരത്തി 1990 കാസർഗോഡ് ജില്ലയിൽ നിന്നും താങ്കൾ ഖത്തറിലെത്തുന്നത്. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ താങ്കൾ വ്യാപൃതനായിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്താണ്. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് വ്യാപൃതനാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ 90കളിൽ എത്തിയത്? ഞാൻ ബോംബെ വഴിയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ബോംബെയിൽ ഒരു 8 വർഷം ഉണ്ടായിരുന്നു. 82 ബോംബെയിൽ വന്നു. 8 വർഷം ബോംബെയിൽ നിന്നിട്ട് ബോംബെ അനുഭവങ്ങളോടുകൂടിയാണ് ഞാൻ ഖത്തറിലേക്ക് വരുന്നത്. വന്നത് ബിസിനസ് ചെയ്യാനാണ്. ബിസിനസ് വേറെ ചില കാര്യങ്ങൾ ബിസിനസ് ആണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നതാണ്. വിദ്യാഭ്യാസ രംഗം എന്ന് പറയുമ്പോൾ ഇവിടെ സ്കൂളുകൾ ഒക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികൾക്ക്, അവിടെയുള്ള കുട്ടികൾക്ക് മിക്കവാറും ഈ പഠനത്തിൽ വീക്കായ കുട്ടികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനോ ട്യൂഷൻ സംവിധാനങ്ങളോ അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങോ ഈ മെഡിക്കൽ എൻജിനീയറിങ് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് 1996 ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ടായി. ഞങ്ങളുടെ തന്നെ ഞാൻ ചെയർമാനായിട്ടുള്ള ഒരു ക്ലബ്ബുണ്ടായിരുന്നു, ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിക്രിയേഷൻ സെൻറ്റർ. അതിൻ്റെ കീഴിൽ അതിൽ തന്നെ ആ ക്ലബ്ബിൽ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പിന്നീട് ഞാൻ അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സ്റ്റഡീസ് MS ബിരുദാനന്ദ ബിരുദം വാങ്ങിച്ചു. പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ICRCയിൽ ഉണ്ടായിരുന്ന NEC, ICRCയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നവരുടെ കുട്ടികളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ട്യൂഷൻ കൊടുക്കാനായി NEC, നാഷണൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന സ്ഥാപനം താങ്കൾ തുടങ്ങുന്നു. അത് പിന്നീട് അവിടുന്ന് മാറ്റി ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ കാരണം? അത് ഇപ്പോൾ ഇവിടെ ഖത്തറിൽ 2003-2004 കാലഘട്ടമായപ്പോഴേക്കും ഇവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബൂം വന്നു. വലിയ ബൂമായിരുന്നു. അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് ബൂമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം, അത് വലിയൊരു സ്ഥലമായിരുന്നു ICRC എന്ന്, ആ സ്ഥലം നഷ്ടപ്പെട്ടു. ആ സ്ഥലം നഷ്ടപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്ലബ്ബ് ആക്ടിവിറ്റീസ് തുടരാൻ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതേസമയത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ല. അന്ന് ഞങ്ങൾക്ക് നമ്മൾ കാലിക്കറ്റ്, അളഗപ്പ, മദ്രാസ് യൂണിവേഴ്സിറ്റികളുടെ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രമായിരുന്നു ഈ ICRCയിലെ NEC. അപ്പോൾ അതിലൊരുപാട് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ പുതിയ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറി. ക്ലബിൻ്റെ സൗകര്യമുള്ളതല്ല, എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ സ്ഥലമുള്ള, അങ്ങനെ അതിന് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറി എന്നുള്ളതാണ്. ആ കാലത്ത് യൂണിവേഴ്സിറ്റി കോഴ്സുകൾ വരെ താങ്കൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ NEC വഴി. ഇന്ന് എന്തൊക്കെയാണ് NECയുടെ പ്രവർത്തനങ്ങൾ? അതിപ്പോൾ നമുക്ക് ഇവിടെ ഈ 3 യൂണിവേഴ്സിറ്റികളിലും കൂടി ഇവിടുത്തെ ഒരു വലിയ വിഷയമുണ്ട്. ഞാനെപ്പോഴും ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മുഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് ഇവിടെ ആരും ശ്രദ്ധിക്കാത്ത, വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ആരും ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അതായത് ഇവിടെ വിദ്യാഭ്യാസം നേടി +2 പഠനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വിദ്യാഭ്യാസത്തിന് പെൺകുട്ടികളെ അയക്കാൻ പാരൻസ് മടിക്കുമായിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അപ്പോൾ അതുപോലെ ഇവിടെ ജോലി സംബന്ധമായിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുട്ടികൾ പോകാൻ മടിക്കും. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം പാതി വഴിക്ക് വെച്ച് നിന്നുപോയ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും. അപ്പോൾ അവർക്കൊക്കെ വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഒരു ശമ്പളമൊക്കെ കിട്ടി അത്യാവശ്യം സാമ്പത്തികമായിട്ട് തിരക്കെല്ലാം തോന്നിക്കഴിയുമ്പോൾ അവർക്കൊന്ന് പഠിക്കണം, പഠനം തുടരണം തോന്നുന്നു. അപ്പോൾ ആ മേഖലയിൽ അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡിഗ്രി, ബിരുദാനന്തര ബിരുദവും
ബിരുദമൊക്കെ ആയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ പ്രതികരണമാണ് ഉണ്ടായത്. ഏതാണ്ട് 1000-ഓളം കുട്ടികൾ നമുക്ക് ഉണ്ടായിരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ +2 കഴിഞ്ഞ ഫ്രഷ് ബാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു യുണീക്ക് പദ്ധതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം നിങ്ങൾക്കുള്ളൂവെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്. എല്ലാ വർഷവും ആഗസ്റ്റിൽ നടത്തുന്നത്. അതിൽ 35% മാർക്ക് വാങ്ങിച്ചിട്ട് പാസ്സായാൽ യു ആർ എലിജിബിൾ ഫോർ ഡിഗ്രി കോഴ്സസ്, എനി ഡിഗ്രി കോഴ്സസ്. അങ്ങനെ ഒരു സംവിധാനമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എനി ഡിഗ്രീസ് അല്ല, മൂന്ന് പ്രിഫേർഡ് ഡിഗ്രീസ് ഉണ്ട്. അതിന് അവർ എലിജിബിൾ ആവും. അതേസമയത്ത് അതൊരു അക്കാഡമിക് സർട്ടിഫിക്കറ്റിനുള്ള യോഗ്യതയല്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അത് അവർ ഈ കോഴ്സിന് ഇത് കൊടുക്കും, എൻട്രൻസ് കൊടുക്കും. അപ്പോൾ അതുവഴി പിന്നെ ഇവിടുന്ന് +2 പാസ്സായ കുട്ടികൾ പിന്നെ പഠനം പാതി വഴിക്ക് വെച്ച് നിർത്തിപ്പോയ ആളുകൾ, ഈ 3 കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ, അതിലെല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്ത്യക്കാരെയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് അതിൽ സുഡാനീസ് വന്നു, ഫലസ്തീനികൾ വന്നു, ഇറാനികൾ വന്നു, യമനികൾ വന്നു, പാകിസ്ഥാനികൾ വന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ നമുക്ക് ഏതാണ്ട് 1000-ഓളം കുട്ടികൾ നമുക്കുണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് പോവുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ പിന്നീട് ഇവിടെ ഖത്തർ ഗവൺമെൻറ് വളരെ കർശനമാക്കി നിയമങ്ങൾ. ഈ വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നിർത്തലാക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നിർത്തലാക്കേണ്ടി വന്നു. നമുക്കെന്ന് പറഞ്ഞാൽ MBAക്ക് മാത്രം ഏതാണ്ട് 100-ഓളം കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് നമ്മൾ റെഗുലറായിട്ട് വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് 3 hours ക്ലാസ് കൊടുക്കുമായിരുന്നു അവർക്ക്. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ തന്നെയാണ്. ഈ 3 യൂണിവേഴ്സിറ്റികളുടെയും എക്സാം സെൻറ്ററും സ്റ്റഡി സെൻറ്ററും ഇവിടെയാണ്. അപ്പോൾ എക്സാം സെൻറ്റർ എന്ന് പറയുമ്പോൾ എംബസികളുടെ മുഖാന്തരം വരും. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പടി കൂടി കടന്നിട്ട് അവരുടെ പരീക്ഷാഭവനിലെ ഉദ്യോഗസ്ഥന്മാരെ ഇൻവിജിലേറ്റേഴ്സായിട്ട് അയക്കും. മറ്റ് യൂണിവേഴ്സിറ്റികളെ എംബസീനെ ഏൽപ്പിക്കും. അങ്ങനെ ആ രീതിയിൽ വളരെ നന്നായിട്ട് പോവുകയും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 5-8 വർഷം കൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതിൻ്റെ ആനുകൂല്യം നേടുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു മേഖല. രണ്ടാമത് ഇവിടെ ഞങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള CBSEയുടെ കീഴിലുള്ള നമ്മളെ HRD മിനിസ്ട്രിയുടെ കീഴിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ വിതൽഡ് ചെയ്യപ്പെട്ടവർ, സ്കൂളുകൾ നിർത്തേണ്ടി വന്നവർ, 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സാവാതിരുന്ന കുട്ടികളൊക്കെ, അങ്ങനെ കുറേ കുട്ടികൾ. അവരെ ശ്രദ്ധിക്കുക. അവർക്ക് ചിലപ്പോൾ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർ പഠനത്തിൽ ചിലപ്പോൾ ഇത്തിരി വീക്കായി പോയതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും കോമ്പറ്റീഷൻ്റെ കാലമാണ്. 100% മേനിയുടെ പരസ്യം നടത്തുന്ന സ്ഥലമല്ലേ എല്ലായിടത്തും. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അതാണ്. അപ്പോൾ അവർക്ക് സംശയമുള്ള സ്കൂൾ അധികൃതർക്ക് സംശയമുള്ള കുട്ടികളെ അവർ ഹോൾഡ് ചെയ്യും സെയിം ക്ലാസ്സിൽ. അപ്പോൾ ഈ കുട്ടികൾക്ക് സെയിം ക്ലാസ്സിൽ ഇരിക്കാനുള്ള മൂഡുണ്ടാവില്ല. കാരണം അവരുടെ ബാച്ച്മേറ്റ്സ് മേലെ പോയി, വരുന്നത് അവരുടെ ജൂനിയേഴ്സാണ് അവരുടെ കൂടെ ഇരിക്കാൻ. അപ്പോൾ ഈ കുട്ടികൾക്ക് മാനസികമായൊരു പ്രശ്നം ഉണ്ടാകും ആ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ. കാരണം മറ്റേ കുട്ടികൾ പരിഹസിക്കും, ഈ കുട്ടികളാണെങ്കിൽ ഇവരെ ജ്യേഷ്ഠനായിട്ടോ അങ്ങനെയൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ധാരാളം കുട്ടികളുണ്ടായപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ നാഷണൽ ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ ഒരു ഏജൻസി ഇവിടത്തേക്ക് വാങ്ങിച്ചു ഖത്തറിലേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ NIOSൻ്റെ നിയമപ്രകാരം അവർ ഇതിൽ മാത്രമേ തരാൻ പാടുള്ളൂ, സ്കൂളുകൾക്ക് CBSE സ്കൂളുകൾക്ക് മാത്രമേ സെൻറ്റർ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളൂ. ഇവിടെയുള്ള വിഷയം അതാണ്. ഈ CBSE സ്കൂളുകളിൽ ഈ ഫെസിലിറ്റി ഇല്ല, അവർ കൊടുക്കുന്നില്ല. അവർ മറ്റുള്ളവരെ അത് മാത്രമല്ല, ഈ കുട്ടികൾ ആ സ്കൂളിലേക്ക് പോകാനും തയ്യാറല്ല. 11ാം ക്ലാസ്സിൽ ഹോൾഡ് ചെയ്ത കുട്ടി, വിത്തൽഡ് ചെയ്യപ്പെട്ട കുട്ടി, അവൻ്റെ ബാച്ച്മേറ്റ്സ് 12ൽ സ്കൂളിൽ പോയിട്ട് അവൻ പഠിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അന്നത്തെ ഇന്ത്യൻ അംബാസഡർ ശ്രീമതി ദീപ ഗോപാലൻ വാദ്വ, അവരിപ്പോൾ ജപ്പാനിലാണ്. അവർ മുൻകൈ എടുത്തു, അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു സെൻറ്റർ ഇവിടെ കൊണ്ടുവന്നു. വിദ്യാഭ്യാസ രംഗം മാറ്റി നിർത്തിയാൽ താങ്കളെ അറിയപ്പെടുന്നത് സാം ബഷീർ എന്ന നാമം പൊതുവെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ്. എന്തൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങളാണ് താങ്കൾക്ക് ഖത്തറിലുള്ളത്? ഈ ഇടയിലൊരു തിരുത്ത് ആവശ്യമാണെന്ന് തോന്നി. സാം ബഷീർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, കേൾവിക്കാർക്ക് മിക്കവാറും അതൊരു സംശയം ഉണ്ടാക്കുന്ന പേരാണ്. ഒരു SAM ബഷീർ എന്നാണ് എൻ്റെ പേര്. അതിൽ ഇടയിൽ 3 ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, SAM. അതിനെ എൻ്റെ ഒരു പഴയ ഒരു യൂറോപ്യൻ സുഹൃത്ത് അവർക്ക് വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഫുൾ സ്റ്റോപ്പുകൾ അങ്ങ് എടുത്തു കളഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കാർഗോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അങ്ങനെയാണത് സാം ആയി, അതങ്ങനെ പോപ്പുലറായത്, സാം ബഷീറായത്.
അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, എൻ്റെ ഒരു ഈ 8 വർഷം ബോംബെയിലുണ്ടായിരുന്നപ്പോഴും നാട്ടിൽ വിദ്യാർത്ഥി ജീവിതകാലത്തും ഇവിടെ ഖത്തറിൽ വന്നിട്ടും ഒരു പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലല്ല എൻ്റെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ 14 വർഷത്തോളം ഏതാണ്ട് ഖത്തർ KMCCയുടെ പ്രസിഡൻ്റായിരുന്നു. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു 2-3 വർഷം. അപ്പോൾ ഇപ്പോഴും KMCCയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാസർകോട്ടുകാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, കടക്സ എന്ന് പറഞ്ഞിട്ട്. എല്ലാ ആളുകളും കാസർകോട്ടുകാരായ എല്ലാ ആളുകളും, എല്ലാ ജാതി മതസ്ഥരുമുള്ള സംഘടനയുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ പ്രവാസി ദോഹ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു, അറിയാലോ. ഉണ്ടായിരുന്നില്ല, ഉണ്ട്, ഇപ്പോഴും വളരെ സജീവമാണ്. എല്ലാ വർഷത്തെയും വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രവാസ ലോകത്തെ, ഇപ്പോൾ അബുദാബി ശക്തി തിയേറ്റേഴ്സിൻ്റെ അവാർഡുകളൊക്കെ കഴിച്ചാൽ, അബുദാബി ശക്തിയുടെ അവാർഡ് കഴിച്ചാൽ ഏറ്റവും വിലമതിക്കുന്ന ഒരു അവാർഡാണ് ഇവിടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡാണ് പ്രവാസിയുടെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ്. അപ്പോൾ ആ പ്രവാസി സംഘടനയുടെ അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പിന്നെ ഇങ്ങനെ ഒരുപാട് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. NECയിൽ ഇന്ന് എത്ര സ്റ്റാഫുകൾ, അധ്യാപകരുൾപ്പെടെ എത്ര പേർ വർക്ക് ചെയ്യുന്നുണ്ട്? അവർ എങ്ങനെയാണ് താങ്കൾക്ക് തരുന്ന സപ്പോർട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ? അധ്യാപകരൊക്കെ വളരെ എന്താ പറയണ്ട, അവർ വളരെ അർപ്പണബോധത്തോടെ, അതിപ്പോൾ അവരെ നമ്മൾ നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ല, അവർ വളരെ അർപ്പണബോധത്തോടു കൂടി തന്നെ അൺലൈക്ക് ബാക്ക് ഹോം അവർ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ നമ്മൾ മാനേജ്മെൻറ്റാണ്, അവർ ഇങ്ങനെയാണെന്ന് ആ ഒരു വ്യത്യാസമൊന്നും ഇല്ലാണ്ട് അവർ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പരമമായ ഒരു അധ്യാപകൻ്റെ ലക്ഷ്യം. അപ്പോൾ അവർ ആ രംഗത്ത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു കുട്ടി എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടണം എന്നുള്ള നിലക്ക് അവരുടെ മനസ്സും ആത്മാവും അതിലർപ്പിച്ചിട്ടാണ് അവർ പണിയെടുക്കുന്നത്. ഹാർട്ട് ആൻഡ് സോൾ, ദേ ആർ പുട്ടിങ് ദെയർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദി ടീച്ചിങ് പ്രൊഫഷൻ. പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, അവരങ്ങനെ തന്നെ നമ്മളുമായിട്ട് വളരെ സഹകരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. 4 നൂറ്റാണ്ടോളം നീണ്ട താങ്കളുടെ പ്രവാസി ജീവിതത്തിൽ തീർച്ചയായും താങ്കൾക്ക് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും വളരെയധികം സംഭാവനകൾ ചെയ്യാനായി സാധിച്ചു. ഇനിയും കൂടുതൽ കാലം താങ്കളുടെ കർമ്മമണ്ഡലത്തിൽ ശോഭിക്കാൻ ഇടവരട്ടെ. അതിന് സർവശക്തനായ ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി.